പുണ്യശ്ലോകനായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിത വിശുദ്ധിയുടെ അടിത്തറ അഥവാ അടിസ്ഥാനം എന്താണ്? ഒന്നാമതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും, എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ പിതാവ് ലൗകികമായ ആദായങ്ങളെയും ഈ ഭൂമിയിലെ സമ്പത്തിനെയും ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന പദവികളും പ്രശസ്തിയും ഉപേക്ഷിക്കാൻ തയ്യാറായി. കർത്താവ് യേശു മിശിഹാ പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ തിരുവചനമാണ് മാർ ഇവാനിയോസ് പിതാവ് സ്വീകരിച്ചത്. രണ്ടാമതായിട്ട്, പ്രാർത്ഥനയിലൂടെ ഏത് ജീവിത പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ആത്മീയ ബലം മാർ ഇവാനിയോസ് പിതാവ് നേടിയെടുത്തു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും സഹനങ്ങളെയും സന്തോഷത്തെയും എല്ലാ ജീവിത അവസ്ഥകളെയും നേരിടാനുള്ള ഒരു വലിയ ആയുധമായിട്ട് പിതാവ് തിരഞ്ഞെടുത്തു. മൂന്നാമതായിട്ട് നമ്മൾ കാണുക, നിരന്തരമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ജ്ഞാനമോ ബൗദ്ധികമായ തൻ്റെതായ കഴിവുകളോ അതിനേക്കാളെല്ലാം അധികമായി ദൈവത്തിലുള്ള ആശ്രയം വളരെ ശക്തമായിരുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ നേടിയെടുത്ത ധാരാളം അനുഗ്രഹങ്ങൾ. അതെല്ലാം പിതാവിൻ്റെ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. തുടങ്ങിവെച്ച സന്യാസ ജീവിത ചര്യ, സന്യാസിനി സമൂഹങ്ങൾ, അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ ഈ ഉയർച്ച, ഇതെല്ലാം പിതാവിൻ്റെ വിശുദ്ധിയുടെ അടയാളമായി നാം കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുണ്യശ്ലോകനായ മാർ ഇവാനിയോസ് പിതാവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പിതാവിൻ്റെ വിശുദ്ധി, ആ വിശുദ്ധിയുടെ അടയാളങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം.